പദ്ധതി വിഹിതത്തിന് പുറമെ അധിക തുക അനുവദിക്കാനാവില്ലെന്നാണ് ഗതാഗത സെക്രട്ടറി KSRTC MD രേഖാമൂലം അറിയിച്ചത്. പ്രവർത്തന മൂലധനത്തിനായി എപ്പോഴും സർക്കാരിനെ ആശ്രയിക്കുന്നത് അംഗീകരിക്കാനാവില്ല. പെൻഷൻ നൽകാൻ സർക്കാരും കോർപ്പറേഷനും ചേർന്ന് കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കണമെന്ന തീരുമാനം അടിയന്തരമായി നടപ്പിലാക്കണം. സൗജന്യ പാസ് അനുവദിക്കുന്നത് നിയന്ത്രിക്കണമെന്ന നിർദ്ദേശം നടപ്പിലായില്ല. നഷ്ടത്തിന്റെ മുഖ്യ കാരണം ഇതാണ്. പ്രവർത്തന മൂലധനത്തിനായി KTDFCയിൽ നിന്ന് വീണ്ടും വായ്പ എടുത്തതിനെയും KSRTC MDക്ക് അയച്ച കത്തിൽ വിമർശിക്കുന്നുണ്ട്. എല്ലാ മാസവും 15-ന് വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്ന പെൻഷൻ ഇക്കുറി ഇതുവരെ നൽകിയിട്ടില്ല. സർക്കാർ സഹായം ലഭിക്കാത്തതാണ് കാരണം. യഥാസമയം പെൻഷൻ നൽകാൻ KSRTCക്ക് എല്ലാ മാസവും സർക്കാർ ധനസഹായം നൽകുമെന്നായിരുന്നു മന്ത്രി തോമസ് ഐസക് ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നത്. പ്രഖ്യാപനം വന്ന് തൊട്ടടുത്ത മാസത്തിൽ തന്നെ പെൻഷനും മുടങ്ങി. നേരത്തെ 40 കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് മാസം തോറും ചെലവഴിച്ചിരുന്നത്. ഇതിൽ 20 കോടി രൂപ സർക്കാർ വഹിച്ചിരുന്നു. DA വർദ്ധിപ്പിച്ചതോടെ പെൻഷൻ ചെലവ് 52.5 കോടി രൂപയായി ഉയർന്നെങ്കിലും സർക്കാർ വിഹിതം വർദ്ധിപ്പിച്ചിട്ടില്ല. മുഹാജിർ, മീഡിയ 1, തിരുവനന്തപുരം.